إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുള്ള പ്രത്യേകം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള 4 പവിത്രമായ മാസങ്ങളിലൊന്ന് റജബ് മാസം ഇന്ന് അവസാനിക്കുകയാണ്. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ റജബ് 30 ഇന്ന് പൂർത്തിയാവുകയും നാളെ ശഅബാൻ 1 പ്രവേശിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ, അദ്ദേഹം പറയാണ്, ലം അറക തസൂമു ശഹ്റൻ മിനശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിൽ അങ്ങ് നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റു മാസങ്ങളിൽ അത്ര പ്രാധാന്യം കൽപ്പിക്കാറില്ലല്ലോ. ശഅബാൻ മാസത്തിൽ കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. വേറെ ചില ഹദീസുകളിൽ റിവായത്തുകളിൽ വ്യക്തമായി തന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നബി നോമ്പ് നോറ്റിട്ടുള്ളത് ശഅബാൻ മാസത്തിലാണ്. ഈ കാര്യം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്തിട്ടുള്ള ഒരു മറുപടി, ദാലിക ശഹ്റുൻ യഗ്ഫലുൻ നാസു അൻഹു. ആ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? മഹാഭൂരിഭാഗം ജനങ്ങളും അശ്രദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒരു മാസമാണത്. അങ്ങനെ കണക്കാക്കുന്നതിന് വേറൊരു കാരണം എന്താ? അതും കൂടി പ്രവാചകനും പറഞ്ഞു. അത് ബൈന റജബിൻ വ റമദാൻ, റജബിന്റെയും റമദാനിന്റെയും ഇടയിലാണ് ശഅബാൻ വരുന്നത് എന്നതിന്റെ ഒരു കാരണമാണ് എന്നുള്ളത്. കാരണം റജബ് മാസം 4 പവിത്രമായ മാസങ്ങൾ എന്ന നിലക്ക് അതിനെ പ്രത്യേകമായി പരിഗണിക്കുകയും അതിന്റെ പ്രാധാന്യങ്ങളെക്കുറിച്ച് ഖുതുബകളിലൂടെയും ക്ലാസുകളിലൂടെയും ഒക്കെ ഉണർത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ റമദാൻ നമുക്കറിയാം പുണ്യങ്ങളുടെ പൂക്കാലമാണ്. അമലുകളും ഇബാദത്തുകളും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അധികം അവസരങ്ങളുള്ള മാസമാണ് എന്നതുകൊണ്ട് തന്നെ റമദാനിന് ഒരു പരിഗണന ഉണ്ടാവും. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ
മുങ്ങിപ്പോകുന്ന ഒരു മാസം എന്ന നിലക്ക് ശഅബാൻ മാസത്തിൽ ഞാൻ അതുകൊണ്ടാണ് അതിൽ പ്രത്യേകമായി പരിഗണന നൽകുന്നത്. കൂടുതൽ ആളുകളും ആ മാസത്തെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, അമലുകളും ഇബാദത്തുകളുമൊക്കെ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസം കൂടിയാണത്. അല്ലാഹുവിങ്കലേക്ക് കണക്കുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. വഅഹബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം, എന്റെ അമലുകൾ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാനൊരു നോമ്പുകാരനാണ് എന്ന പരിഗണന എനിക്കുണ്ടാകട്ടെ. ഞാനൊരു നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകളും ഇബാദത്തുകളുമൊക്കെ അല്ലാഹു പരിശോധിക്കട്ടെ, പരിഗണിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശഅബാൻ മാസം റമദാനിന് തൊട്ടു മുന്നോടിയായി വരുന്നൊരു മാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെങ്ങനെ പ്രാധാന്യം കൽപ്പിച്ചു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സാധാരണ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത നിലക്ക് ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, റമദാനിലേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താറുള്ള ഒരു മാസമാണ് ശഅബാൻ മാസം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആളുകളൊക്കെ അതിനുവേണ്ടി ഇപ്പൊ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. റമദാൻ ആവാനായി, റമദാൻ വരാനായി പള്ളികളിൽ അതിന്റേതായ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. കടകളിലും കമ്പോളങ്ങളിലുമൊക്കെ അതിന്റേതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, യാത്രകൾ മറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നത് റമദാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. വിവാഹങ്ങൾ, അതുപോലെയുള്ള സൽക്കാരങ്ങൾ, പരിപാടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്രമീകരിക്കുന്നതൊക്കെ ഈ മാസത്തിൽ തന്നെയാണ്. പക്ഷേ പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ശഅബാൻ മാസത്തിന്റെ യഥാർത്ഥമായ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചതുപോലെയാണോ നമ്മൾ പരിഗണിക്കുന്നത് എന്നത് കാണണം. കാരണം നോമ്പ് നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുത്തൊരു മാസം എന്ന നിലക്ക് ശഅബാനിനെ പരിഗണിക്കേണ്ടതിന് പകരം ബാക്കിയുള്ള കുറെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളാവുകയും ഒരുപക്ഷെ ഫർള് നമസ്കാരങ്ങളും ജമാഅത്തുകളും പോലും അതിന്റെ പേര് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. വീട്ടിൽ ഒരുപാട് പണി ഉണ്ടായിരുന്നു, റമദാനൊക്കെ വരില്ലേ, അതിന്റെ കുറെ ഒരുക്കങ്ങളുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു, അതുകൊണ്ട് ഏത് ജമാഅത്ത് പോയി, അതിന്റെ ഒരു നിസ്കാരം പോയി എന്ന് പറയുന്ന അവസ്ഥ അത് പരിതാപകരമാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത് എന്നത് നമ്മൾ നിർബന്ധമായും ഈ ഒരു അവസരത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അവന് സ്വർഗത്തിലെത്തണം എന്നുള്ളതാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്നുള്ളതാണ്. അങ്ങനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവർ സൽക്കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ തന്നെ എപ്രകാരമായിരിക്കണം? വിശ്വാസത്തോടുകൂടിയായിരിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതിന്റെ വിശ്വാസം ആദ്യം ക്ലിയർ ആകണം. രണ്ടാമത്തെ നിബന്ധന നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ ആ പ്രവർത്തനത്തിൽ ഉണ്ടാകണം. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തൊരു കാര്യം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ പ്രവർത്തിക്കാത്തൊരു കാര്യം പ്രവർത്തിക്കുക, പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുക എന്നുള്ളത് മതത്തിന്റെ ഭാഗമായി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പല ആളുകളും ചെയ്യുന്നത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിപ്പോവുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന, അതേപോലെ തന്നെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന ആളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിപ്പ് നൽകട്ടെ, പറഞ്ഞു തരട്ടെ. അവരുടെ സ്വഭാവം എന്താണ്? അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, ദുനിയാവിൽ വെച്ച് ഐഹികമായ ലോകത്ത് വെച്ചുകൊണ്ട് അവരുടെ പരിശ്രമങ്ങൾ പാഴായിപ്പോയ ആളുകളാണവർ. അവരൊരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, നന്നായി പണിയെടുത്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെന്തായിപ്പോയി? അതെല്ലാം തന്നെ വഴികേടിലായിപ്പോയി. മാത്രമല്ല, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, അവർ വിചാരിച്ചത് ഞങ്ങൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ അത് വളരെ ശരിയാണ്, നല്ല കാര്യമാണ്, ഞങ്ങൾ ചെയ്യണതാണ് ഏറ്റവും ശരി, ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ നല്ല കാര്യമാണ്, സൽക്കർമ്മമാണ് എന്ന നിലക്ക് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതെന്തായിപ്പോയി? അള്ളാന്റെ അടുക്കൽ അത് സ്വീകരിക്കാത്ത വിധം തള്ളിക്കളയപ്പെട്ട പ്രവർത്തനങ്ങളായി മാറി എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ പ്രധാനമായ കാരണം എന്താണ്?
എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നോക്കേണ്ടതിന് പകരം തങ്ങളുടെ ഇഷ്ടപ്പെട്ട നേതാക്കന്മാരുടെ, പണ്ഡിതന്മാരുടെ, അല്ലെങ്കിൽ ഉസ്താദുമാരുടെ അവരുടെ വാക്കുകൾ അന്ധമായി പിൻപറ്റുകയും അവരുടേതായ ഇച്ഛകളെ അവർ പിൻപറ്റുകയും ചെയ്തതാണ് അതിന്റെ കാരണം. ഏതെങ്കിലും ഒരാൾ അല്ലാഹുവിനെയും റസൂലിനെയും ഇത്തിബാഅ് ചെയ്യുകയാണെങ്കിലോ, വമൻ യുതിഇല്ലാഹ വറസൂല, ആരാണോ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും പിൻപറ്റുന്നത് അവരുടെ അമലുകളും ബാത്തുകളും സ്വീകരിക്കും. അവർ നാളെ പരലോകത്ത് പ്രവാചകന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ അവർ സ്വർഗ്ഗത്തിലുണ്ടാവും. അതല്ലാതെ അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതെങ്കിലോ ആ അമലുകൾ മുഴുവനും അവർക്ക് പായായിപ്പോവും. അത് വൃഥാവിലാണ്. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞൊരു ഹദീസ് കാണാം. ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്തറ മിൻ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ എന്ന പോലെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മറ്റൊരു മാസത്തിലും നോമ്പനുഷ്ഠിക്കാറില്ല. ഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹു. പ്രവാചകൻ ആ മാസം മുഴുവനായും നോമ്പ് നോക്കുന്നത് പോലെ തന്നെ ഉണ്ടാകും. പ്രവാചകന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ കണ്ടാൽ അങ്ങനെയാണ് നമുക്ക് തോന്നുക. കാന യസൂമു ശഅബാന ഇല്ലാ ഖലീല. ശഅബാൻ മാസത്തിൽ കുറച്ച് ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കാൻ. അവിടെ ഒന്നാമത്തെ കാര്യത ശഅബാൻ മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അതിന് ഏറ്റവും അധികം പ്രാധാന്യമുണ്ട്. നബിയുടെ പ്രത്യേകമായ സുന്നത്ത് അതിനുള്ളതാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് നേരെ വിപരീതമായിട്ട് ചില ആളുകൾ പ്രവർത്തിക്കുന്ന കാര്യം റജബ് മാസത്തിന് പ്രവാചകൻ പഠിപ്പിക്കാത്ത നോമ്പിന്റെ ഒരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഒരു വീഡിയോയിൽ പറയുന്നത് റജബ് മാസത്തിൽ എല്ലാ ദിവസവും നോമ്പ് വെക്കുന്നത് പ്രത്യേകം പുണ്യമുള്ളതാണെന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റൂല. സാധാരണഗതിയിലുള്ള നോമ്പുകൾ നോക്കുന്ന പോലെ, അല്ലെങ്കിൽ റജബ് മാസം അല്ലാഹു പവിത്രമാക്കിയൊരു മാസമെന്നല്ല, അല്ലാതെ പ്രത്യേകമായ പരിഗണന കൊടുത്ത് അങ്ങനെ ഒരു സുന്നത്തുണ്ട് എന്ന നിലക്ക്, അത് 600 കൊല്ലം ജീവിക്കുന്നതിന് തുല്യമാണ് എന്ന നിലക്ക് ഇല്ലാത്ത ഹദീസുകൾ പറഞ്ഞുകൊണ്ടുകൊണ്ടിരുന്നത് അത് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നതാണ്? അവരുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ അവർ ചെയ്യുന്ന നല്ലതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അതിന് പ്രവാചകന്റെ മാതൃക അതിലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായി പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയം. എന്നാൽ ഇവിടെ സാധാരണഗതിയിൽ ആളുകൾ ചെയ്യാറുള്ള ഒരു വിഷയം എന്താണ്? ശഅബാൻ മാസത്തിന്റെ പകുതിയാകുമ്പോൾ, ശഅബാൻ 15 ആകുമ്പോൾ ഒരു പ്രത്യേകമായ നമസ്കാരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അവിടെ പ്രത്യേകമായ പ്രാധാന്യവും പരിഗണനയുമൊക്കെ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരിക്കലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചില ഹദീസുകൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ലാ യുതല്ലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ മാസത്തിൽ എന്ത് ചെയ്യുന്നതാണ്? ശഅബാൻ മാസത്തിന്റെ പകുതിയാകുമ്പോൾ തന്റെ പടപ്പുകളിലേക്ക്, അടിമകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തി നോക്കുന്നതാണ്. യത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫ്, റമളാനിലെ പകുതിയാകുന്ന ദിവസം അതിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി നോക്കും. എന്നിട്ട് അവന്റെ എല്ലാ അടിമകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇല്ലൽ മുശ്രിക്കി അവിൽ മുശാഹിൻ. മുശ്രിക്കിനും മുശാഹിനിനും ഒഴികെ. മുശ്രിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടുള്ള ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. അവര് ആ ചെയ്യുന്ന ശിർക്കിൽ നിന്ന് പരിപൂർണമായി രക്ഷ തേടിയിട്ട് അവരുടെ കെലിമ പുതുക്കി, അവരുടെ വിശ്വാസം പുതുക്കിയാലല്ലാതെ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. അതേപോലെ തന്നെ മുശാഹിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അൽ മുആദി, അതാരാണ്? പാപങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ളയാളാണ്, പാപങ്ങൾ അധികരിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം അവരാരാണ്? സ്വാഹിബൽ ബിദ്അത്തി, അവര് ബിദ്അത്ത് ചെയ്യുന്ന ആളുകളാണ്. വൽ മുഫാരിഖു ലിൽ ജമാഅത്തിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഐക്യം തകർക്കുന്ന ആളുകളാണ്. അവരുടെയും പ്രവർത്തനങ്ങൾ അവർക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല എന്നാണ്? പുറത്തു കൊടുക്കുകയില്ല. ബാക്കി എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ 15 പുറത്തു കൊടുക്കും. എന്നാൽ ഈ ഹദീസുകൾ നിലനിൽക്കെ തന്നെ, ഈ നിലക്കുള്ള പ്രാധാന്യങ്ങൾ ഉണ്ടാകുക തന്നെ
ഇങ്ങനെയുള്ള ഹദീസുകളിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ വന്നു എന്നിരിക്കെ തന്നെ ശഅബാൻ 15 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പ്രത്യേകമായ ചില ആരാധനാ കർമ്മങ്ങൾ കൊണ്ടുവരുന്നു. അവർ വിചാരിക്കുന്നത് എന്താണ്? ഇതാണ് ശരി, ഇതാണ് കൃത്യം, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഒരിക്കലും തന്നെ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ ചില ആളുകൾ കൊണ്ടുവരുന്ന അനാചാരങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ജനങ്ങൾ ഇന്ന് ആചരിച്ചു വരുന്നൊരു വിഷയമാണ് ശഅബാൻ 15 പ്രത്യേകമായൊരു നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. ശഅബാൻ 15 ഒരു പ്രത്യേകമായ നോമ്പ്. ആ നോമ്പിനെ പിന്നെ ബറാഅത്ത് രാവിന്റെ നോമ്പ് എന്ന പേരിലാണ് പലപ്പോഴും ആ നോമ്പിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നത്. ബറാഅത്ത് നോമ്പ്, അങ്ങനെ ഒരു നോമ്പില്ല. അങ്ങനെ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാനും സാധിക്കുന്നതല്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വഹീഹായ ഹദീസുകളോ മറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായി തന്നെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് ശഅബാൻ മാസത്തിൽ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റതുപോലെ അധികമായി നോമ്പ് നോക്കാം. പക്ഷെ പ്രത്യേകമായൊരു ദിവസത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആ മാസത്തിൽ ആ ദിവസത്തിന് പ്രത്യേകമായ പേരിട്ടുകൊണ്ട് അതിലൊരു നോമ്പ് നോക്കുക എന്നുള്ളത് പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടിട്ടുള്ള വിഷയമല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാനും സാധിക്കുകയില്ല. എന്നാൽ അതിന് ചില ആളുകൾ തെളിവായി ഉദ്ധരിക്കാറുള്ള ചില ഹദീസുകളാണ്. ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ. ആ ഹദീസ് അവർ പറയുന്ന ശഅബാൻ 15 ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾ അത് നോമ്പ് നോക്കുകയും അതേപോലെ തന്നെ അതിന്റെ രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുക എന്ന ഒരു കള്ള ഹദീസ്, കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസ് അവർ കൊണ്ടുവരികയാണ്. പണ്ഡിതന്മാർ ഈ ഹദീസിനെ കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളത് ആ ഹദീസ് മൗലൂ ആണ്, കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന യാതൊരു പരമ്പരയും ആ ഹദീസിന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ ഹദീസ് വെച്ചിട്ടാണ് പല ആളുകളും ഈ പ്രത്യേകമായ ദിവസത്തിൽ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ആഘോഷമാക്കി മാറ്റുന്നത്. അതിന്റെ പേരിൽ പ്രത്യേകമായ ആചാരങ്ങളും പലഹാരങ്ങളുമൊക്കെ ഉണ്ടാക്കി പള്ളികളിൽ അതിന് വിതരണം നടത്തുകയും പള്ളിയിൽ ആ നിലക്കുള്ള പ്രത്യേകമായ അനാചാരങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നത് ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, സമൂഹത്തിൽ വ്യാപകമായി വരുന്ന വിഷയമാണ്. ശഅബാന്റെ ആ മാസപ്പിറവിയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ, ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കണം. അതിൽ പറയുന്ന ഒരു കാര്യം, ശഅബാൻ 15 രാവിലുള്ള സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്നൊരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം എല്ലാവരും നിസ്കരിക്കണം എന്നാണ്. അതിന് പ്രത്യേകമായ ചില ചിട്ടവട്ടങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഓരോ റക്കാത്തിലും പ്രത്യേകമായി കൊണ്ടുള്ള ചൊല്ലേണ്ട പ്രാർത്ഥനകളുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ 100 റക്കാത്ത് നമസ്കരിക്കണമെന്നും ഓരോ റക്കാത്തിലും 10 വീതം തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തൊക്കെ പറയുന്നേട്ട നബി ഇങ്ങനെ എഴുതി കൊടുത്താന്ന് തോന്നുന്നു, നബി ഇങ്ങനെ പറഞ്ഞു കൊടുത്താന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഹദീസുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഓരോ ആളുകളും അവരുടെ ഇഷ്ടത്തിനുണ്ടാക്കുക, എന്നിട്ട് അതിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്നേ ദിവസം നമസ്കാരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സ്വലാത്തുൽ അൽഫിയ എന്ന പേരിലെ നമസ്കാരം, അത് പ്രമാണമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അങ്ങനെ ഒരു നിസ്കാരം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് പലപ്പോഴും പറയാറുള്ള വിഷയം എന്താണ്, ഞങ്ങള് ഷാഫി മദ്ഹബുകാരാണ്, ഞങ്ങളെ മദ്ഹബ് പ്രകാരം ഇങ്ങനെയുണ്ട് അല്ലെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആധികാരികമായി അത് ഹദീസുകളിൽ വരണം, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യണം. എന്നാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ഷാഫി മദ്ഹബിലെ തന്നെ ഏറ്റവും പ്രഗൽഭനായ പണ്ഡിതനാണ് ഇമാം നവവി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തെ ആളുകൾ വിളിക്കുന്നത് തന്നെ ഇമാം ഷാഫി രണ്ടാമനാണ്. ഇമാം ഷാഫി രണ്ടാമൻ, ഇമാം ഷാഫിയുടെ നേരെ താഴെ പരിഗണന ലഭിക്കുന്ന പണ്ഡിതനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുക. ഷാഫി മദ്ഹബിലെ എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന എന്താണ്, അസ്സലാത്തുൽ മഅറൂഫ ബി സ്വലാത്തിർ റഗായിബി. റഗായിബ് നമസ്കാരം എന്ന പേരിൽ ചില ആളുകൾ നമസ്കരിക്കുന്ന നമസ്കാരമുണ്ട്. ഈ അൽഫിയ പോലെ തന്നെ ആളുകൾ നിസ്കരിക്കുന്ന നിസ്കാരമാണത്. വഹിയ 12 റക്അത്തിൻ തുസല്ലി ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത അവ്വൽ ജുമുഅത്തിൻ ഫി റജബ്. റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് ആ നമസ്കാരം ആളുകൾ നമസ്കരിക്കാറുള്ളത്. അത് റമളാനിലെ ശഅബാനിലെ ചില ആളുകൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. 12 റക്അത്തുള്ള നിസ്കാരമാണത്. ആ നിസ്കാരം ചില ആളുകൾ നിസ്കരിക്കാറുണ്ട്. അതേപോലെ തന്നെ വസ്വലാത്തു ലൈലത്തി നിസ്ഫി ശഅബാൻ, ശഅബാനിന്റെ പകുതിയിൽ നമസ്കരിക്കുന്ന 15-ാം രാവിൽ നമസ്കരിക്കുന്ന നമസ്കാരവുമുണ്ട്.
അതെത്ര റക്അത്താ? 100 റക്അത്ത്, അത് 100 റക്അത്താണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. വഹാത്താനി സ്വലാത്താനി ബിദ്അത്താനി, ഈ 2 നമസ്കാരങ്ങളും ബിദ്അത്തായ നമസ്കാരങ്ങളാണ്. വമുൻകറാനി, വെറുക്കപ്പെട്ട നിസ്കാരങ്ങളുമാണ്. എങ്ങനെ നിസ്കാരം വെറുക്കപ്പെടുക? വെറുക്കപ്പെട്ടതാണ്. ഇത് ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനായിട്ടുള്ള ഇമാം നബവിയുടെ ഉദ്ധരിയാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഈ 2 നമസ്കാരങ്ങളും, സ്വലാത്തുൽ അൽഫിയാകട്ടെ അതേപോലെ തന്നെ സ്വലാത്തുർ റഗായിബ് എന്ന പേര് നിസ്കരിക്കുന്ന നിസ്കാരാവട്ടെ, രണ്ടും ബിദ്അത്താണ്. അതിന് രണ്ടിനും അടിസ്ഥാനമില്ല. അത് മുൻകറാണ്, വെറുക്കപ്പെട്ട നിസ്കാരാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ അങ്ങനെ ചെയ്തതായി ഒരു ഹദീസുകളിലും സ്വഹീഹായ നിലക്ക് നമുക്ക് കാണാനും കഴിയില്ല. എങ്കിലും അതിന് പ്രാധാന്യം കൊടുത്ത് നബി ചെയ്തില്ലേലും വേണ്ടില്ല, ഞങ്ങൾ ചെയ്യും എന്ന നിലക്ക് ചെയ്യുന്ന നമസ്കാരം എന്ന നിലക്ക് അതിന് പ്രത്യേകമായി അത് വെറുക്കപ്പെട്ടത് തന്നെയാണെന്നാണ്. അതേപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് ശഅബാൻ 15-നുള്ള നോമ്പ് എന്ന് പറയും. നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ആ നോമ്പിനെ കുറിച്ച് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ പ്രാധാന്യം അതിന് കൽപ്പിക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായ നോമ്പുകളെ കുറിച്ചോ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. റജബ് മാസത്തിന്റെ ആദ്യത്തിൽ നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി, റജബിലും ചില അനാചാരങ്ങളായ വെറുക്കപ്പെട്ട ചില നോമ്പുകൾ ആളുകൾ നോക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുകയുണ്ടായി മിറാജിന്റെ നോമ്പ് എന്ന പേരിൽ നോക്കുന്ന നോമ്പിനെ കുറിച്ച്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷം മിറാജ് നോമ്പ് എന്ന പേരിൽ ബിദ്അത്താക്കപ്പെട്ട ആ നോമ്പ് ചില ആളുകൾ നോറ്റിട്ടുള്ളത് ബുധനാഴ്ച ദിവസമായിരുന്നു. ബുധനാഴ്ച ദിവസം, ആ ബുധനാഴ്ച ദിവസം അവർ പ്രാധാന്യത്തോടുകൂടി നോമ്പ് നോറ്റു. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടി, നിനക്ക് നോമ്പില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സംഭവമാക്കി. എല്ലാ ആളുകളും നോറ്റ നോമ്പാണ്. അതിന്റെ പിറ്റേ ദിവസം വരുന്ന വ്യാഴാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി നോമ്പനുഷ്ഠിച്ചതാണ്. ഒരുപാട് ഹദീസുകളിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. വ്യാഴാഴ്ചത്തെ നോമ്പ് പ്രാധാന്യമുള്ള നോമ്പാണ്. അന്ന് അവരാരും നോമ്പോറ്റിട്ടില്ല. അതവിടുത്തെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന രീതി. അതേപോലെ തന്നെ ശഅബാൻ 15-ന്റെ രാവിൽ പ്രത്യേകം എണ്ണം നിശ്ചയിച്ചുകൊണ്ട് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുക. അതിന് പ്രത്യേകമായി ഹൽക്കകൾ ഉണ്ടാക്കി, പ്രത്യേകം സദസ്സുകളൊക്കെ ഉണ്ടാക്കി ആരാധനകൾ നടത്തുക. അതൊക്കെ ഈ വീഡിയോകളിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയങ്ങൾ. അവർ പറയുന്ന ശഅബാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പഠിപ്പിച്ചു കൊടുക്കപ്പെട്ട 6-7 കാര്യങ്ങൾ എണ്ണി പറയുന്നതിൽ ഒന്നുപോലും പ്രമാണബദ്ധമല്ല എന്നുള്ളതാണ് ഏറ്റവും അധികം സങ്കടകരമായ വസ്തുത. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ കൂടുതലായി നോമ്പ് നോറ്റിരുന്നു. ആ ഹദീസ് മൂപ്പര് പറയണില്ല. ആ ഹദീസിനെ കുറിച്ച് ചർച്ച തന്നെയല്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശഅബാൻ പകുതിയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകൾക്കല്ലാതെ മുഴുവൻ ആളുകൾക്കും പാപമോചനം നൽകുമെന്ന് പറയുന്ന ആ ഹദീസിനെ കുറിച്ച് പറയുന്നില്ല. എന്തൊക്കെ നബി പഠിപ്പിച്ചിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ചൊന്നും മിണ്ടാതെ നബി പഠിപ്പിക്കാത്ത ഇത്തരം വിഷയങ്ങളിലാണ് കൂടുതലായിക്കൊണ്ട് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ വേറെ ചില കാര്യങ്ങൾ പറയുന്നത്, ആയുസ് വർദ്ധിക്കാനും അപകടങ്ങളിൽ നിന്നെല്ലാം പ്രത്യേകമായി രക്ഷപ്പെടുവാനും ശഅബാൻ 15-ാമത്തെ രാവിലെ 6 റക്അത്ത് പ്രത്യേകമായൊരു നിസ്കാരം. ഓരോ കാര്യങ്ങൾ അതൊക്കെ ആളുകൾക്ക് ആവശ്യമുള്ള കാര്യം. ആയുസ് കൂടണം, അപകടങ്ങൾ ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് എന്തോ ഒരു പ്രശ്നമുള്ള കാര്യത്തെ എടുത്തു കാണിച്ച് ഇതൊക്കെ അങ്ങക്ക് മാറിക്കിട്ടാൻ അതിന് പ്രത്യേകമായൊരു നിസ്കാരമുണ്ട് എന്ന് ഇതൊക്കെ ഹദീസുകളിലുള്ളതാണെങ്കിൽ, പ്രാമാണികമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം, അത് ചെയ്യാം. പക്ഷേ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വിഷയങ്ങളാണ്, ഒരു നിലക്കും പ്രാമാണികമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതായ ധാരാളം കാര്യങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്, ആ കാര്യങ്ങളിൽ പ്രത്യേകമായി പരിഗണന കൊടുത്തുകൊണ്ട്, ആ നിലക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതിനപ്പുറം ബിദ്അത്തുകൾ ചെയ്തുകൊണ്ട് ശിക്ഷ വാങ്ങുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ബിദ്അത്തുകളിൽ നിന്ന് രക്ഷ നേടുന്ന യഥാർത്ഥവാന്മാരായ വിശ്വാസികളെ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് റമളാനിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, റമളാനിലേക്കുള്ള ഒരുക്കങ്ങൾ എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടുന്നൊരു മാസം വരാനിരിക്കുന്നു എന്നുള്ളത്. കൃത്യമായി ഒരു മാസമാണ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മാതൃക, റമളാൻ എത്തുന്നതിന്റെ ഒരു 6 മാസക്കാലം മുമ്പെങ്കിലും അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിനെ നീ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമേ എന്നവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രാർത്ഥന കേവലമായി കൊണ്ട് നമ്മൾ നടത്തുക എന്നതിനപ്പുറം ആ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കവും നമ്മൾ ആ കാര്യത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നത് അതിന് മനസ്സിലാവും. സഹാബിമാരുടെ ജീവിതത്തിൽ അവർ റമളാനിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ ഈ കാണിക്കുന്ന പ്രാർത്ഥന, അവർ പ്രാർത്ഥിക്കാറുള്ള ഈ ഒരു പ്രാർത്ഥന എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മൾ റമളാനിലേക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുമ്പോൾ, റമളാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഏറ്റവും അധികം നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പ്രാർത്ഥനയാണ്. കാരണം ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി റമളാനിൽ ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അതിൽ ചെയ്യുന്ന ഓരോ അമലുകൾക്കും ഇബാദത്തുകൾക്കും ലഭിക്കുന്ന പ്രതിഫലങ്ങളുടെ തോത് അത്രമാത്രം വലുതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതുവരെ റമളാനിനെ എത്തിച്ചു തരണമേ, റമളാനിൽ ഞങ്ങൾക്ക് ആരോഗ്യത്തോടുകൂടി ആയുസ്സോടുകൂടി ജീവിക്കാനുള്ള അവസരമുണ്ടാകണേ എന്നുള്ളൊരു പ്രാർത്ഥന വന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ മുതൽ നമ്മുടെ മനസ്സിൽ ആ പ്രാർത്ഥനയുണ്ടാകണം. നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷവും പ്രത്യേകമായി പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിലും നമ്മളെല്ലാവരും നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണത്. കാരണം നമ്മൾ അള്ളാഹുവിന്റെ ഉദ്ദേശം എങ്ങനെയാണ്, അവൻ വിധിച്ചത് എങ്ങനെയാണ് നമുക്കറിയില്ല. റമളാനിലൊക്കെ നമ്മൾ ഉണ്ടാവുമോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. നമ്മളില്ല എങ്കിലും നമ്മുടെ മനസ്സിൽ ആ റമളാനിൽ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം, ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നതിന് തന്നെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അള്ളാഹു കർമ്മങ്ങൾക്ക് പരിഗണന നൽകുക. നമ്മൾ ഏറ്റവും അധികം ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ബിദ്അത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ബോധവാന്മാരാകേണ്ടത്, വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും പറയാറുള്ളൊരു വിഷയം, ചോദിക്കാനുള്ളൊരു വിഷയം, നോമ്പ് എത്ര നല്ലൊരു കാര്യമാണ്, പിന്നെ എന്തിനാണ് അതിനെ എതിർക്കുന്നത്, എന്തിനാണ് അതിനെ എതിർക്കപ്പെടുന്നത്? ഞാൻ ഈ പറഞ്ഞ വീഡിയോ അതിങ്ങനെ പരിശോധിക്കുമ്പോൾ ചില ആളുകൾ അതിൽ കമന്റ് ഇട്ടു, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ ഉസ്താദെ? അതല്ലെങ്കിൽ റമളാൻ 15 നോമ്പിനെ കുറിച്ച് പണ്ഡിതന്മാർ ആ ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നത് ബിദ്അത്താണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ചോട്ടിൽ വരുന്ന ചില ചോദ്യങ്ങൾ എന്ത്, ഒരു നോമ്പല്ല, നോമ്പ് നോക്കണം എത്ര കൂലിയുള്ള കാര്യം, പിന്നെ എന്തിനാണ് നിങ്ങൾ അതിനെ എതിർക്കുന്നത്, എന്തിനാണ് നിങ്ങൾ അതിനെതിരെ സംസാരിക്കുന്നത്, അത് നല്ല കാര്യമല്ലേ എന്നുള്ളത് ചോദിക്കുകയാണ്. ഇവിടെ ഞാൻ ആദ്യമായി ഓതി വെച്ച ആയത്തിലുള്ളവർ എന്താ, അവര് ചെയ്യുന്നത് ഇത് നല്ല കാര്യമാണ് എന്ന നിലക്കാണെന്നാണ് അവരുടെ ഉദ്ദേശം, അതാണ്. പക്ഷെ എന്ത് ചെയ്തു, അവർക്ക് അബദ്ധം സംഭവിച്ചു, അത് വഴികേടിലേക്ക് പോയി. ബിദ്അത്തുകളുടെ പ്രശ്നം അതാണ്. ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിചാരിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്, 100% ശരിയാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് പലപ്പോഴും ഹറാമുകളെക്കാൾ കടുത്ത രീതിയിലേക്ക് അത് പോകും. കാരണം എന്താ, ഒരു കള്ളു കുടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ഒരു കള്ളുടിയൻ ഇന്നുവരെ കള്ളുടിക്കണ വളരെ നല്ല കാര്യമെന്ന് പറഞ്ഞിട്ടില്ല. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരോ ആ നിലക്ക് ചെയ്യുന്നവരോ വ്യഭിചാരം ചെയ്യുന്നവരോ അവരാരും ഞങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യം എന്നുള്ള നിലക്ക് പറയുന്നില്ല, അതൊക്കെ മോശപ്പെട്ട കാര്യം തന്നെ. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്ന ഒരാളോ അത് വളരെയധികം പ്രാധാന്യത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അതിൽ നിന്ന് തൗബ ചെയ്യാനോ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാനോ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് ബിദ്അത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റമളാനിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോഴും റമളാനിന് വേണ്ടി നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുമ്പോഴും ഈ ശഅബാൻ മാസത്തിന് ആ നിലക്കുള്ളൊരു പ്രാധാന്യം കൂടി നമ്മൾ കൽപ്പിക്കുമ്പോൾ ഒരിക്കലും ബിദ്അത്തുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരെങ്കിലും മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടുകയാണ് എങ്കിൽ നാളെ ഹൗലുൽ കൗസറിലെ വെള്ളം പോലും അവർക്ക് തടയപ്പെടുന്നതാണ്. അവർക്കത് കുടിക്കാനുള്ള അവസരം അള്ളാഹു ഒരുക്കി കൊടുക്കൂലെന്ന പ്രവാചകൻ അവരെ ആട്ടിയോടിക്കുന്നാണ് പറയുന്നത്. ബിദ്അത്തുകാരെ അകന്നു പോകൂ എന്ന് പറയും. എന്റെ മതത്തെ കോട്ടിമാറ്റിയവർ പിറകിലേക്ക് പോകൂ. സുഹ്കൻ സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എനിക്ക് ശേഷം ഈ മതത്തിൽ മാറ്റത്തിരുത്തലുകൾ കൊണ്ടുവന്നവരെ പിറകോട്ട് പോകൂ എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കാം. അത് തന്നെ ഒരുപാടുണ്ട്.
നമ്മൾ ചെയ്യാൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പ്രാധാന്യമുള്ള, അതേപോലെ തന്നെ കൃത്യമായി സുന്നത്തിൽ വന്ന, പ്രമാണങ്ങളിൽ വന്ന പ്രവാചക ചര്യയാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ബിദ്അത്തുകൾക്ക് പിന്നാലെ പോയി നരകം വാങ്ങുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിനൊരു രോഗം സംഭവിച്ചു. കുറച്ച് പ്രയാസകരമായ രോഗമായിരുന്നു. ഒരുപാട് കാലത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിനൊരു സാധാരണഗതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചു. എങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴൊരു വലിയ പ്രയാസം, ഭാരിച്ച ജോലികളൊന്നും ചെയ്യാൻ അയാളെ കൊണ്ട് സാധിക്കുകയില്ല. നേരത്തെ അദ്ദേഹം ചെയ്തു വന്നിരുന്നതായ ജോലികൾക്കും ഇപ്പോൾ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീട് വെക്കുക എന്നൊരാഗ്രഹം അതിങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ്. ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിലേക്കൊക്കെ എത്തിപ്പെടാന്നുള്ളതൊരു പ്രയാസമാണ്. അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു വീട് വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ അകമഴിഞ്ഞ സഹായം ഉണ്ടാകണം. എന്നൊരു രോഗത്തിന്റെ പ്രയാസത്തിൽ കഷ്ടപ്പെടുന്നയാളാണ്. അന്നന്നത്തെ ജീവിത ചെലവുകൾക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കുന്നയാളാണ്. ഇപ്പൊ നമുക്കറിയാം, അദ്ദേഹം ഇപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു അസുഖം വന്ന ആളല്ലേ, ഞാനിപ്പഞ്ഞ് ജോലിക്കൊന്നും മോഡലെ വീട്ടിലിരിക്കാമെന്ന് വിചാരിക്കുന്നില്ല. അയാൾ എപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ ഭാരിച്ച ജോലികളൊന്നും ചെയ്ത് കൂടുതൽ സമ്പാദ്യമുണ്ടാക്കി ഒരു വീടൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഒരു ചെറിയ വീട് എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം, വെയിലും മഴയൊന്നും കൊള്ളാതെ തന്റെ കുടുംബത്തോടൊപ്പം അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കഴിയുക എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം നടത്തിക്കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക. പുറത്ത് അതിനുവേണ്ട സംവിധാനങ്ങളുണ്ട്, ഗൂഗിൾ പേ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ കാര്യമായി തന്നെ പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിൽ വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ മാതാവ് ഇക്കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഇക്കഴിഞ്ഞ ദിവസം വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള മഹാരഥനായ പണ്ഡിതൻ എം മദനി, അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായി പരിചയപ്പെടാനും അടുത്തറിയാനും ഒക്കെ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജാമിയ നദ്വിയയിൽ ഖുർആൻ പഠിക്കുന്ന സമയത്ത്, ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ അദ്ദേഹമായിരുന്നു. വളരെ സ്നേഹത്തോടുകൂടി എപ്പോഴും കണ്ടുമുട്ടുമ്പോൾ ആ വാത്സല്യം, പിതാവുമായിട്ടുള്ള ബന്ധത്തിലൂടെയൊക്കെ ഒരുപാട് സ്നേഹം പങ്കിടാൻ അദ്ദേഹത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പ്രബോധന രംഗത്ത് മരണം വരെ സജീവമായ വ്യക്തിയാണ്. ഇപ്പോഴും അദ്ദേഹം KNM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ പണ്ഡിത സഭയുടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ആ നിലക്ക് മരിക്കുമ്പോഴും അദ്ദേഹം ഒരു പ്രബോധകനായി തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ആധിക്യം കൊണ്ടും രോഗത്തിന്റെ ക്ഷീണത്തിലും അദ്ദേഹം പലയിടങ്ങളിലും ചെന്ന് പ്രബോധനം നടത്തുമായിരുന്നു, ക്ലാസുകൾ നടത്തുമായിരുന്നു എന്നുള്ളത് അത്ഭുതമായിട്ട് തോന്നാണ്. അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പരലോകം അല്ലാഹു ഏറ്റവും നല്ലതാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് എത്തിച്ചു കൊടുത്തിട്ടുള്ളയാളാണ്. അതിന്റെ എല്ലാം പ്രതിഫലം അല്ലാഹു അദ്ദേഹത്തിന് എത്തിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സകലമാന ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മാരകമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ അസുഖങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ശക്തമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന മാരകമായ അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നവലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. അല്ലാഹുവേ, ശഅബാൻ മാസത്തെ പരിഗണിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം കൽപ്പിച്ച പോലെ പ്രാധാന്യം കൽപ്പിക്കുവാൻ, അമലുകളും ഇബാദത്തുകളും ചെയ്യാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിനെ നീ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമേ. അതിൽ ആരാധനകൾ, ഇബാദത്തുകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ. കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് നിന്റെ അടുക്കൽ അത്യുന്നതമായ സ്ഥാനം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണമേ. ബിദ്അത്തുകളിൽ നിന്ന്, ഖുറാഫാത്തുകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ഹാദാ വസല്ലു വസല്ലിമു റഹിമകുമുല്ലാഹ് അലാ മൻ അമറകും ബിസ്സലാത്തി വസ്സലാമി അലൈഹി ഫഖാല ജല്ല മൻ ഖായിലിൻ അലീമാ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി
يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وزد وبارك على عبدك ورسولك محمد وارض اللهم الخلفاء الأئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وأنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين عباد الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله العليم الجليل يذكركم واشكروه على نعمه يزدكم ولذكر الله أكبر والله خبير